എന്നോ ഒരിക്കൽ നെയ്തു കൂട്ടിയ കുറെ കിനാക്കളുണ്ടായിരുന്നു. ജീവിതമെന്ന ഇരുണ്ട മേഘം പേമാരിയായി പെയ്തിറങ്ങിയപ്പോൾ അടയാളം പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ചു പോയിരുന്നു കിനാക്കളെല്ലാം. അല്ലെങ്കിൽ തോരാത്ത മെഴിപ്പെയ്ത്തിൽ അവയൊന്നും കണ്ടില്ലെന്ന് നടിച്ചു. കൊല ചെയ്യപ്പെട്ട ആത്മാവിന് കിനാവ് കൊണ്ടെന്ത് കാര്യം? മിഴി പെയ്തു തോർന്നൊരു ഇടവേളയിൽ പെയ്തൊഴിയാൻ മേഘങ്ങൾ ഇനിയും ബാക്കി നിൽക്കെ, ഇനി ഒരിക്കലും നനയാൻ അനുവദിക്കാതൊരു വെൺമേഘക്കുട എന്നിൽ ചൂടിത്തന്നു കാലം. നല്ല ശക്തിയുള്ള ഒരു കുഞ്ഞിക്കുട, എൻ്റെ രാജകുമാരൻ. അതെ, ഇത് ശക്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു. ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. അപ്പം നമുക്ക് ശക്തൻ്റെ കഥയിലേക്ക് പോവാം. ശക്തനെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരാളെ തിരക്കി വരാൻ തുടങ്ങിയേ. ആരാണെന്നോ? നമ്മുടെ കൊച്ചമണി. കൂടെ വാല് കടിച്ച് നടന്നവനെ കുറച്ച് ദിവസം കാണാതായപ്പോൾ പെണ്ണ് തിരക്കി വന്നതാ. മെലിഞ്ഞ അസ്ഥികൂടമായൊരു പാവം. അങ്ങനെ തിരക്കി വന്നവർക്ക് ഞാൻ ഇച്ചിരി ആഹാരം കൊടുത്തു. അടുത്ത് വരാൻ പേടിയാണ്. ചോറ് വെച്ചിട്ട് നമ്മൾ അകത്ത് കയറി കഥ അടച്ചാലേ വന്ന് തിന്നത്തുള്ളൂ. അത്ര പേടിയാണ് മനുഷ്യരെ. അവൾ പിറ്റേന്നും വന്നു. പിന്നത് പതിവായി. ഒരു നേരം കഴിക്കാൻ കൊടുത്തത് 2, 3, 4 നേരമൊക്കെയായി. അവൾക്ക് വിശക്കുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഇനി പോരും. കഴിച്ച് ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ട് കൊച്ചമണി അങ്ങ് സുന്ദരിയായി. ഇവിടെ വന്നങ്ങ് കിടക്കും. വരുന്ന ഉടനെ ശക്തൻ്റെ അടുത്ത് പോയി ഒരു ഉമ്മയൊക്കെ കൊടുക്കും. ചെക്കനെ കെട്ടിയിട്ടിരിക്കുമല്ലേ, ഉമ്മിച്ചിട്ട് മാറി ഒരു മൂലയ്ക്ക് പോയി അങ്ങ് കിടക്കും. പിന്നെ ശാപ്പാടൊക്കെ കഴിഞ്ഞ് സ്ഥലം വിടും. അതായിരുന്നു കൊച്ചമണിയുടെ പതിവ്. അവളിവിടെ നിൽക്കുന്ന അത്രയും സമയം ഈ വഴിയിൽ പോലും മറ്റൊരു ജീവിയും വരാൻ അവൾ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു പക്ഷേ ശക്തനേക്കാളും ഒരു വീട് കാക്കാൻ എന്തുകൊണ്ടും നല്ലൊരു കാവലാളായിരുന്നു കൊച്ചമണി. പക്ഷെ എന്ത് ചെയ്യാം, അനാഥയായി പോയില്ലേ അവൾ. അവൾക്കിവിടെ ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ വീട്ടിലുൾപ്പെടെ നാട്ടുകാരും ഒക്കെ എനിക്കെതിരെ യുദ്ധം തുടങ്ങി. എങ്കിലും ഒളിച്ചും പാത്തുമൊക്കെ ഞാൻ കൊടുത്തിരുന്നു അവൾ ഇവിടുന്ന് പോകുന്നിടം വരെ. ശക്തനെ അഴിച്ചു വിടാത്തതിൽ അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ശക്തനെ ഇങ്ങനെ കെട്ടിയിടണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. നാടനല്ലേ, ആഹാരമൊക്കെ കൊടുത്ത് വിട്ടാൽ മതിയല്ലോ, അവനവൻ്റെ ഇഷ്ടത്തിന് നടന്നോട്ടെ എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ഇവൻ്റെ സ്വഭാവം മനസ്സിലായപ്പോൾ കെട്ടിയിടാതെ നിവൃത്തിയില്ലെന്നായി. നമ്മൾ മനുഷ്യർക്ക് തന്നെ പലർക്കും പല സ്വഭാവമല്ലേ, അതുപോലെ ആ മൃഗങ്ങളിലും. അതിൽ ശാന്ത സ്വഭാവക്കാരുണ്ട്, ഒട്ടും ക്ഷമയില്ലാത്തവരുണ്ട്, കുസൃതി കൂടിയവരുണ്ട്, ക്രിമിനൽ മൈൻഡുള്ളവരുണ്ട്. അതിലൊറ്റയ്ക്ക് വളരുന്നവരായാൽ പിന്നെ പറയുകയും വേണ്ട. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളും ഒക്കെ ഡോഗ്സിനെ വളർത്തുന്നുണ്ട്, ഇതിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഇതൊക്കെ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ എന്ന്. ഞാനൊന്ന് പറയട്ടെ, ഓരോ വീട്ടിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ ഇവരുടെ ഓരോരുത്തരുടെയും സ്വഭാവവും വ്യത്യസ്തമാണ്. ശക്തൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവന് സ്വാതന്ത്ര്യമാവേണ്ടത്. ഈ കയറിൽ ഇങ്ങനെ കിടക്കുന്നതേ അവന് ദേഷ്യമാണ്. ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലവും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ സ്വഭാവം മാറിന് ഇവൻ മറ്റൊരാളാകുമായിരുന്നു. അഗ്രഷൻ കുറച്ച് കുറഞ്ഞേനെ. ഇവന് കൂട്ടിന് ഒരാളെ കൂടി കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിച്ചാൽ അതും പറ്റത്തില്ല. ഇത്തിരി വട്ടം സ്ഥലത്ത് ഒന്നിനെ വളർത്തുന്ന പോലെ ഇഷ്ടമില്ലാത്തവരാ ചുറ്റിലും. അപ്പോൾ ഒന്നിനെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? ബാല്യം കഴിഞ്ഞു കൗമാരത്തിലേക്ക് കടന്നതോടുകൂടി ശക്തൻ്റെ തനി നിറം പുറത്തു വന്നു. കൗമാരവും കഴിഞ്ഞ് യുവാവായപ്പോഴേക്കും ഒരു തരത്തിലും മെരുക്കാൻ പറ്റാതായി. ആദ്യത്തെ ചങ്ങല അങ്ങ് പൊട്ടിച്ചു. പിന്നെ അതിലും കുറച്ചുകൂടി കട്ടിയുള്ള ഒരെണ്ണം വാങ്ങിച്ചു. അതും തകർത്തു. പിന്നെ ആനയെ തളയ്ക്കുന്ന പോലെ ഒന്നും അങ്ങ് വാങ്ങി. അത് പൊട്ടിക്കാൻ പറ്റിയില്ല. പക്ഷെ ചങ്ങലയുടെ നീളത്തിൽ ശക്തന് കിടക്കാൻ വയ്യ. മുറ്റത്ത് കെട്ടുമ്പോൾ പറയാം അകത്ത് കയറണമെന്ന്, അകത്തിട്ടാൽ പറയാം മുറ്റത്ത് പോകണമെന്ന്. പറയുന്നത് ചെയ്തു കൊടുത്തില്ലെങ്കിലോ പിന്നെ ഓരിയിടല. ഓരിയിട്ട് കാറിക്കൂവി നാട്ടുകാരെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കും. അങ്ങനെയായി അവസാനം ഒരു നീളം കയറെടുത്തും കെട്ടിക്കൊടുത്തു. അകത്തും പുറത്തും കയറി ഇറങ്ങാൻ പാകത്തിന്. എന്നാലും ആ കയറ് കെട്ടിയിട്ട് ഞാൻ എവിടെയെങ്കിലും പോകാനൊക്കത്തില്ല. പോയാൽ കയറ് കടിച്ചു മുറിച്ച് എൻ്റെ പിന്നാലെ ഓടും. ഒരിക്കലും ഞാൻ ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ കയറ് കടിച്ചു മുറിച്ചിട്ട് എൻ്റെ പുറകെ വന്ന്. ചിക്കൻ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് അച്ഛൻ വിളിച്ച് പറയുന്നത് ഇവൻ ഇവിടുന്ന് കടന്നു കളഞ്ഞെന്ന്. പിന്നെ വണ്ടിയും കൊണ്ട് നാട് മുഴുവൻ ചുറ്റി നടന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ ഇയാളെ നക്ഷത്രം പോലെ മുമ്പിൽ വന്നിരിക്കും. അന്നേരം ഒളിച്ചോടി പോയതാണെന്ന വിചാരമൊന്നുമില്ല. 1-2 തവണ കയറ് കടിച്ച് മുറിച്ചപ്പോൾ പിന്നെ വീടിനകത്ത് വിട്ട് പൂട്ടിയിട്ട ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകും. ഒരിക്കലൊരു സൺഡേ ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയതാണ്. വീട്ടിനകത്തിട്ട് പൂട്ടിയിട്ടാണ് പോയത്. ഞാൻ പോയ പുറകിന് സേട്ടൻ കതക് ഒരൽപ്പം തുറന്ന് വെളിയിലിറങ്ങാൻ. കതക് തുറന്നതേ അവന് ഓർമ്മയുള്ളൂ. അവൻ്റെ കാലിനിടയിൽ കൂടെ ഒരു വെളുത്ത വസ്തു മുറ്റത്തേക്ക് പറക്കുന്ന മിന്നായം പോലെ കണ്ടു. ഹാലിയുടെ ധൂമകേതു പറന്നു പോകും പോലെ. അത് ഈ കള്ള ഡാഷിൻ്റെ മോനാണെന്ന് ചെക്ക മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ഈ ധൂമകേതു റോഡ് കടന്നിരുന്നു. ഞാൻ ഏതാണ്ട് 1 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ മിററിലൂടെ ഒരു വെളുത്ത പൊട്ട് ഓടി വരുന്ന പോലെ അങ്ങ് ദൂരെ വളവിൽ. ഞാൻ ഒന്നോടെ നോക്കി. ഇത് താനല്ലയോ അതെന്ന് ഒരാശങ്ക. ആ പൊട്ട് ഓടുവല്ല പറക്കുവാണെന്ന് തോന്നി.
ഉറപ്പ് വരുത്താമല്ലോ എന്ന് കരുതി ഞാൻ വണ്ടി ഒന്ന് നിർത്തി. തിരിഞ്ഞു നോക്കി. കാണുന്നില്ല. എങ്ങോട്ട് പോയി? അപ്പോൾ മുമ്പിലൊരു ശബ്ദം, ഹൊയ് ഹൊയ് എന്ന്. തല വെട്ടിച്ച് പെട്ടെന്ന് നോക്കിയപ്പോൾ വണ്ടിയുടെ മുമ്പിൽ നിൽക്കുന്ന തുരപ്പൻ. എൻ്റെ കണ്ണു തള്ളി. ഇത്ര വേഗം ഇവനെങ്ങനെ വണ്ടിയുടെ മുമ്പിലെത്തി? വണ്ടിക്ക് ചുറ്റും ഭരതനാട്യം കളിക്കുക. പിന്നെ ഞാൻ വണ്ടി തിരിച്ചു. നട്ടുച്ചയല്ലേ, റോഡ് ചുട്ടു പഴുത്ത് കിടക്കുക. വണ്ടിയിൽ കയറാൻ ഈ തുരപ്പൻ അറിയത്തില്ല. ഞാൻ പതിയെ വണ്ടി വിട്ടു. വണ്ടിയുടെ പുറകെ തിത്തിത്താര കളിച്ച് വരുന്നുണ്ട്. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ സേട്ടൻ ബൈക്കിൽ തിരക്കി വരുന്നു. പാവം, ആദ്യം പിടിച്ചുള്ള വരവാ. ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതല്ലയോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി. 2 ദിവസത്തേക്ക് പിന്നെ കാലുവേദനയായിരുന്നു. ചുട്ടുപഴുത്ത റോഡിൽ കൂടെ നടന്ന് ഇയാൾക്ക് ശീലമൊന്നുമില്ലല്ലോ. അതും പരക്കം പാഞ്ഞോടിയതല്ലേ. കാലിൻ്റെ വെള്ളയൊക്കെ അങ്ങ് പൊള്ളി. പിന്നെ 2 ദിവസത്തേക്ക് നിലത്ത് കാല് കുത്താൻ വയ്യായിരുന്നു. അമ്മാതിരി ഓട്ടവാ റോഡിൽ കൂടെ ഓടിയത്. അന്ന് ഈ മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല. തുരപ്പിനെ തുറക്കാൻ പറ്റിയ പരുവത്തിന് കിടക്കുക. മുറ്റം നിറയെ കുഴൽ കിണർ പോലെ കുഴികളാണ്. ഒരു കുഴി നികത്തുമ്പോൾ അടുത്ത 4 കുഴി തുറന്ന് കഴിയും. ഇതിനിടെ 1-2 തവണ മുകളിൽ നിന്ന് എടുത്ത് ചാടി. ആരുടെയോ ഭാഗ്യത്തിന് കാലൊടിഞ്ഞില്ല. ഒരു തവണ ചെറിയൊരു ഉളുക്ക് പറ്റി. അത് തിരുമ്മി ഞാനങ്ങ് ശരിയാക്കി. പിന്നെ ഇയാൾക്കൊരു സ്വഭാവമുണ്ട്. എല്ലാ രാത്രിയിലും ഉറങ്ങിക്കഴിയുമ്പോൾ ബഹളം വെക്കും. അപ്പി ഇടണമെന്ന് പറഞ്ഞ് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഞാൻ മുറ്റത്ത് കൊണ്ട് നടക്കും. അന്ന് ഈ മാവിൻ ചോട്ടിൽ അപ്പി ഇടത്തില്ല. അങ്ങ് ദൂരെ പോകണം. ഈ വെളുപ്പിനെ രാത്രിയൊക്കെ അഴിച്ചു വിടുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ദൂരെ പോയാലേ ലോഡ് ഇറങ്ങി വരത്തുള്ളൂ. ചിലപ്പോൾ ഞാനങ്ങ് വിടും. ഇയാൾ പോയി 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. അതുവരെ ഞാൻ ഈ സിറ്റ് ഔട്ടിലിരിക്കും. ഇല്ലെങ്കിൽ റോഡിൽ പോയി നോക്കി നിൽക്കും. സമയം 2-3 മണിയാണ് രാത്രിയിലെ. അപ്പോഴാണ് ഈ കലാപരിപാടി. നാട്ടാരും വീട്ടുകാരും എല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊന്നുകിൽ ഈ മുറ്റത്ത്, അല്ലെങ്കിൽ റോഡിൽ, അതും അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ് എടുത്ത് പറമ്പ് തോറും നോക്കി നടക്കുമായിരിക്കും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പോയിട്ട് ഇനി തിരിച്ചു വരത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ പോയിരിക്കുന്നത് ശക്തനാണ്. പോയാൽ തിരിച്ചു വരും. പക്ഷേ അത് ഏത് കോലത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനിടെ ആരെയെങ്കിലും കണ്ടു കിട്ടിയാൽ യുദ്ധം ചെയ്യാനുള്ള അവൻ്റെ തിരയടങ്ങാത്ത കടൽ പോലെ ആ മനസ്സിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും യുദ്ധത്തിന് തയ്യാറാണ്. അത് രാത്രിയെന്നോ പകലെന്നോ അസുഖമാണെന്നോ ഒന്നും ഒരു നോട്ടമില്ല. ഏതു നിമിഷവും യുദ്ധം ചെയ്യാൻ റെഡിയാണ് കുഞ്ഞിൻ്റെ മനസ്സ്. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല എന്നെ കാത്തിരുന്ന പരീക്ഷണങ്ങൾ. പരീക്ഷയും പരീക്ഷണവും ഒക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ ഞാൻ അനുഭവിച്ചതൊക്കെ കഷ്ടപ്പാടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല. കഷ്ടപ്പാടിലേക്കുള്ള ചവിട്ടുപടി മാത്രമായിരുന്നു ഒരു വയസ്സ് വരെ. പിന്നീട് അങ്ങോട്ടുള്ള സമയം ശത്തനെ എനിക്ക് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. ഇവനെ ഞാൻ അഡോപ്ഷന് കൊടുക്കാൻ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇന്നീ കാണുന്ന ശത്തൻ്റെ 4 ഇരട്ടി ബഹളമുള്ളൊരു ശത്തനായിരുന്നു മുമ്പെന്ന് പറഞ്ഞാൽ ചാലക്കുടി യാത്രയ്ക്ക് മുമ്പ് വരെ. ചാലക്കുടി യാത്രയോടെയാണ് ശത്തൻ പകുതിയിലേറെ, അല്ലെങ്കിൽ 3/4 ഒതുങ്ങിപ്പോയത്. അത്രയ്ക്ക് അവനൊന്ന് ഭയന്നു പോയിരുന്നു. ചാലക്കുടി യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത പാട്ടിൽ നമുക്ക് കാണാം. ബൈ ബൈ.